ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോൾ കോൺസെപ്റ്റ്. കെമിസ്ട്രി പഠനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ബേസിക് കോൺസെപ്റ്റാണ് മോൾ കോൺസെപ്റ്റ്. ഏതാണ്ട് 8ാം ക്ലാസ് മുതൽ കെമിസ്ട്രി സ്പെഷ്യലായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന കാലഘട്ടം മുതൽ നമുക്ക് തുടർന്ന് എപ്പോഴും ആവശ്യമായി വരുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇതിൻ്റെ ഡെഫിനിഷനും അതുപോലെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് ചെയ്യാം. എന്നിരുന്നാലും ഈ മോൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മൾ നമ്പറുകൾ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ പല വാക്കുകളും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു വാക്ക് നമ്മൾ ജോഡി എന്ന് പറയും. ഒരു പെയർ എന്ന് പറയുന്നത് നമുക്കറിയാം 2 എണ്ണമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പെയർ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. 2 നെല്ലിക്ക, വളരെ സിമ്പിളായിട്ട് തുടങ്ങുകയാണ് നമ്മൾ. 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പാഷൻ ഫ്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വൈറ്റമിൻ സി റിച്ചാണ്. 2 ഫ്രൂട്ട്സാണ്. അപ്പോൾ ഇത് 2 തരം ഫ്രൂട്ട്സാണ്. രണ്ടും ഈ 2 വീതം എടുത്തിട്ടുള്ളത്. ഇത് ഒരു പെയർ ഓഫ് ആംല, ഇതാണെങ്കിൽ ഒരു പെയർ പാഷൻ ഫ്രൂട്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കുക. എണ്ണമാണ് ഇവിടെ ഒന്നായിട്ടുള്ളത്. 2 എന്നുള്ള നമ്പർ മാത്രമാണ് ഇവിടെ ഒന്നായിട്ടുള്ളത്. മാസ്, അതുപോലെ തന്നെ അതിൻ്റെ എമൗണ്ട്, സബ്സ്റ്റൻസ് എത്രയുണ്ട്, ആ സബ്സ്റ്റൻസിൻ്റെ അളവ്, മാസ്, ക്വാണ്ടിറ്റി ഒക്കെ നോക്കുമ്പം അത് ഡിഫറെൻ്റാണ്. അപ്പോൾ 2 ഗ്രാം നെല്ലിക്കയിൽ 2 എണ്ണം നെല്ലിക്കയുടെ മാസ് നമ്മൾ എടുക്കുമ്പം അതിൻ്റെ വളരെ വ്യത്യാസമാണ്. അത് പാഷൻ ഫ്രൂട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് മറ്റ് വസ്തുക്കൾ, ഇപ്പോൾ അടുത്ത നമ്മൾ മറ്റൊരു നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഡസനാണ്. ഡസൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12 എണ്ണമാണ്. അപ്പോൾ 12 എണ്ണം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ചെറിയ സബ്സ്റ്റൻസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, 12 എണ്ണം. അപ്പോൾ ഇവിടെ ഞാൻ 12 ഗ്രേപ്സ്, ഉണക്കമുന്തിരിയാണ്. എണ്ണി നോക്കിയാൽ അത് 12 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് നിങ്ങൾക്കറിയാം. ഗ്രാമായിട്ട് നമുക്ക് അളന്ന് നോക്കിയാലും അതിൻ്റെ മാസ് ഗ്രാമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 12 ജീരകമാണ്. ഇത് മസാലയിലുള്ള ജീരകമാണ്, ക്യൂമിൻ. അതും 12 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവ്, അതിൻ്റെ വോളിയം തന്നെ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ മാസ് നമ്മൾ മെഷർ ചെയ്യുവാണെങ്കിൽ അതും നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഈ മുന്തിരിയുടെ മാസിനേക്കാളും വളരെ കുറവാണ്. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കടുകാണ്. അതും 12 എണ്ണം എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 അതിൻ്റെ സൈസിൽ വ്യത്യാസമുണ്ട്. ഗ്രേപ്സും ക്യൂമിനും മസ്റ്റേർഡുമാണ് എടുത്തിട്ടുള്ളത്. ഇതും 12 എണ്ണമുണ്ട്. ഇനി എനിക്കിവിടെ എടുത്ത് വെക്കേണ്ടുന്നത്, ഈ ക്യാവിറ്റിയിൽ ഇവിടെ എടുത്ത് വയ്ക്കാനുള്ളത് ആറ്റംസ് ആണ്. ഇപ്പോൾ ഞാനൊരു പക്ഷേ ഹൈഡ്രജൻ ആറ്റമോ അല്ലെങ്കിൽ ഓക്സിജൻ ആറ്റമോ എടുത്ത് ഇവിടെ വയ്ക്കുകയാണ്, 12 ആറ്റം. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതാണ് ചോദ്യം. കാരണം എന്താണ്? ആറ്റമിനെ നമുക്ക് ഒരിക്കലും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അപ്പം അറ്റോമിക് ലെവലിലുള്ള പാർട്ടിക്കിൾസ്, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെയും അതുപോലെ തന്നെ ആറ്റം, മോളിക്യൂൾ, അയോൺസ്, ഇവയൊക്കെ കൈകാര്യം ചെയ്യുമ്പം അതിൻ്റെ എമൗണ്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോഴും നമുക്ക് ഇതുപോലെ ഒരു നിശ്ചിത എണ്ണം പാർട്ടിക്കിൾ, നിശ്ചിത എണ്ണം ഓക്സിജൻ ആറ്റം, നിശ്ചിത എണ്ണം ഹൈഡ്രജൻ ആറ്റം, അതല്ലെങ്കിൽ ഇത്ര എണ്ണം കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ അമോണിയ മോളിക്യൂൾസ്, ഇനി അതുമല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, കോമ്പൗണ്ട്സ് ഹയർ ലെവലിലേക്ക് വരുമ്പം സോഡിയം ഹൈഡ്രോക്സൈഡ് മോളിക്യൂൾസ്, സൾഫ്യൂറിക് ആസിഡ് മോളിക്യൂൾസ്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ട ആവശ്യം വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ മൊളാർ കോൺസെൻട്രേഷൻ ടേംസിൽ, കോൺസെൻട്രേഷനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന നേരമൊക്കെയാണ് ഇത് വരുന്നത്. ഈ മോൾ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള കോൺസെൻട്രേഷൻ ടേംസാണ് മൊളാലിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പം അതൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്കിത് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ്. ആറ്റംസ്, അതുപോലെ മോളിക്യൂൾസ്,
അതുപോലെ തന്നെ അയോൺസ്, അതോടൊപ്പം തന്നെ പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, ഇങ്ങനെയുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഇവരുടെയൊക്കെ എണ്ണം അതുപോലെ തന്നെ അതിൻ്റെ മാസ് ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് കെമിസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാന യൂണിറ്റാണ്, അടിസ്ഥാന ബേസിക് നോളജാണ് അവോഗാഡ്രോ നമ്പർ. അവോഗാഡ്രോ നമ്പർ മിക്കപ്പോഴും ഈ നമ്പർ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഒരു ലെറ്റർ ഉപയോഗിക്കുന്നുണ്ട്. N0 എന്നാണ് പല ഡിസ്കഷനിലും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു വാല്യൂ തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പെയർ എന്ന് പറയുമ്പം ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2, നമ്പർ 2. 1 ഡസൻ എന്ന് പറഞ്ഞാൽ നമ്പർ 12 എന്ന് പറയുന്ന പോലെ അവോഗാഡ്രോ നമ്പർ, 1 അവോഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 6.023 ഇൻറ്റു 10⁻23. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് 2 അല്ല, 12 അല്ല, പിന്നെയോ 6.023 ഇൻറ്റു 10⁻23. അപ്പോൾ ഈ 10⁻23 കുറിച്ച് നമ്മളൊന്ന് ഉൾക്കൊള്ളണം. 10⁻23 അതായത് നമുക്കറിയാം 10 എന്ന് പറയുന്നത് 10⁻1 ആണ്. 100 10⁻2, 1000 10⁻3. അതായത് ഈ നമ്പറാണ് ഇവിടെ 0 ആയിട്ട് വരുന്നത്. 1 1 0, സ്ക്വയർ ആകുമ്പോൾ 2 zeros, ക്യൂബ് ആകുമ്പോൾ 3 zeros. അങ്ങനെ 1 കഴിഞ്ഞ് 5 zeros വന്നാലോ 10⁻5. അപ്പോൾ 1 കഴിഞ്ഞ് 23 zeros വന്നാലോ 10⁻23. ഒന്ന് ആലോചിച്ച് നോക്കുക ആ നമ്പറിൻ്റെ ഒരു വലുപ്പം. അങ്ങനെയുള്ള 10⁻23 കൊണ്ടാണ് 6.023 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ഈ വെരി ലാർജ് നമ്പറാണ് ഈ അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. എന്തിനാണ് ഇതെടുത്തത്? നമ്മൾ കണ്ടു, ഇത് അവോഗാഡ്രോ നമ്പർ ഓഫ് കടുക് മണികൾ നമുക്ക് എടുക്കാം. അത്രയും അതെന്ന് പറയുമ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ഈ ഒരു കടുകിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്ന കടുക് നമ്മൾ അവോഗാഡ്രോ നമ്പർ എണ്ണം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ക്വാണ്ടിറ്റി ആയിരിക്കും. പക്ഷെ കാണാൻ പറ്റാത്ത ആറ്റംസിനെയും മോളിക്യൂൾസിനെയും കാണുന്ന തരത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ലാർജ് നമ്പർ ഓഫ് സച്ച് പാർട്ടിക്കിൾസ് ഷുഡ് ബി ടേക്കൺ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സബറ്റോമിക് പാർട്ടിക്കിൾസ് അതുപോലെ തന്നെ അറ്റോമിക് ലെവലിൽ, മോളിക്കുലർ ലെവലിലെ ഡിസ്കഷന് ഉപയോഗിക്കുന്ന ടേമാണ് അവോഗാഡ്രോ നമ്പർ. ഇനി നമ്മൾ ഹൈഡ്രജനെ കൺസിഡർ ചെയ്യുകയാണ്. ഹൈഡ്രജൻ നിങ്ങൾക്കറിയാം, ഹൈഡ്രജൻ ആറ്റമായിട്ടും അതുപോലെ തന്നെ ഹൈഡ്രജൻ മോളിക്യൂൾ ഡയറ്റോമിക് ആണ്. അതുകൊണ്ട് ഹൈഡ്രജൻ മോളിക്യൂളായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ H+ അയോൺസ് ആയിട്ടും, അയോണിക് സ്റ്റേറ്റിൽ H+ അയോണായിട്ടും ഹൈഡ്രജൻ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം എടുക്കാം, 1 മോൾ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ എടുക്കാം, അതുപോലെ തന്നെ 1 മോൾ ഓഫ് ഹൈഡ്രജൻ അയോൺസും എടുക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, ഇപ്പം നമ്മൾ ഇവിടെ മുന്തിരി, ജീരകം, കടുക് അതിലെല്ലാം ഒരേ നമ്പറാണ് നമ്മളെടുത്തത്, 12 എണ്ണമാണ് എടുത്തത്. അതുപോലെ ഇവിടെ ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജൻ മോളിക്യൂൾ, ഹൈഡ്രജൻ അയോൺ ഇതെല്ലാം 1 മോളാണ് എടുക്കുന്നത്. 1 മോളിൻ്റെ വാല്യൂ, ഇപ്പം ഒരു ഡസൻ്റെ വാല്യൂ 12 എന്ന് പറയുന്ന പോലെ 1 മോളിൻ്റെ വാല്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞു. 6.023 ഇൻറ്റു 10⁻23 എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത് മനസ്സിലിരിക്കട്ടെ. നമ്മൾ എടുക്കുന്ന 1 മോൾ ഹൈഡ്രജൻ ആറ്റം, 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂൾ, 1 മോൾ ഹൈഡ്രജൻ അയോൺ. അപ്പോൾ ഈ 1 മോൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഇറ്റ് കണ്ടെയ്ൻസ് അവോഗാഡ്രോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. H2 മോളിക്യൂളാണ് എടുക്കുന്നതെങ്കിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾസ് ആർ പ്രസൻറ്റ്. H+ അയോൺസ് ആണെങ്കിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് ഹൈഡ്രജൻ അയോൺസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മാസ് നമുക്ക് ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കാണാൻ പറ്റാത്ത അറ്റോമിക് ലെവലിലുള്ള പാർട്ടിക്കിൾസിൻ്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിനുള്ള മാസ് യൂണിറ്റ് എങ്ങനെയാണ് പറയാൻ പറ്റുക? ബുദ്ധിമുട്ടാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാം, സാധാരണ യൂണിറ്റ് ഗ്രാമാണ്.
ബിഗ്ഗർ യൂണിറ്റ്സ് നമ്മൾ കിലോഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വളരെ വളരെ വലിയ ക്വാണ്ടിറ്റി വരുമ്പോഴത്തേക്ക് ടൺസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെങ്കിൽ പോലും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസം നമുക്ക് ഗ്രാമിൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ വേറൊരു യൂണിറ്റ് ഉണ്ട്, അറ്റോമിക് മാസ് യൂണിറ്റ്, AMU എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ വേറൊരു ടോപ്പിക്കാണ്, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതെന്താണെന്ന് ഡെഫിനിഷനൊക്കെ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാമിൽ തന്നെയാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അവഗാഡ്രോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എടുത്താൽ മതി. അപ്പം 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ്, എളുപ്പത്തിൽ നമുക്ക് പറയാം 1 ഗ്രാം. കാരണം ഈ ബേസിക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആറ്റം ഹൈഡ്രജനാണ്. അപ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞ ആറ്റം ഹൈഡ്രജനാണ്. അതുകൊണ്ട് തന്നെ സൗകര്യപൂർവ്വം അതിൻ്റെ മാസ് നമ്മൾ 1 ഗ്രാമായിട്ടാണ് പറയുന്നത്. കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് 1.008 ഗ്രാം എന്നാണ് അറിയുന്നത്. അപ്പം 1 മോൾ ഹൈഡ്രജൻ ആറ്റം എടുത്താൽ 1 ഗ്രാം. 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂൾ എടുത്താലോ, നിങ്ങൾക്കറിയാം ഒരു മോളിക്യൂളിനകത്ത് 2 ഇതുപോലത്തെ 2 ആറ്റം ഉണ്ട്. അതുകൊണ്ട് മാസ് ഇതിൻ്റെ ഡബിളായിട്ട് വരും. ദാറ്റ് വിൽ ബി 2 ഗ്രാം. അപ്പോൾ മാസ് എന്ന് പറയുന്നത് 2.016 ഗ്രാം ആയിട്ട് വരും. ഇനി നമ്മൾ ഓക്സിജനാണ് എടുക്കുന്നതെന്ന് വെച്ചു, ഓക്സിജൻ. അതുപോലെ 1 മോൾ ഓക്സിജൻ ആറ്റംസ് ആണ് എടുക്കുന്നതെങ്കിൽ അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. 16 ഗ്രാം, അത് കറക്റ്റായിട്ട് 16 ഗ്രാം ആണ്. അതേസമയം 1 മോൾ ഓക്സിജൻ മോളിക്യൂൾസ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മാസ് എന്ന് പറയുന്നത് ഈ 2 അറ്റമാണ് ഒരു മോളിക്യൂളിലുള്ളത് എന്നുള്ളത് കൊണ്ട് 16 × 2 32 ഗ്രാംസ് ആയിരിക്കും ദി മാസ് ഓഫ് 1 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ്. അപ്പം ഈ 16 ഗ്രാമിനെ നമ്മൾ പറയാറുണ്ട്, അതായത് ആറ്റമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്. അറ്റമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്, അത് നമ്മൾ പറയും 16 ഗ്രാം. അതാണ് 16 ഗ്രാം ഇസ് ദ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയും. അതായത് അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്. അതുപോലെ തന്നെ 32 ഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ 32 ഗ്രാം എന്ന് പറയുന്നത് എന്താണ്, ഇത് അറ്റമിക് മാസ്. അറ്റമിക് മാസ് ഇതെന്ന് പറയുന്നത് മോളിക്കുലാർ മാസ്. അതായത് ഓക്സിജൻ മോളിക്യൂൾസിൻ്റെ, 1 മോൾ ഓക്സിജൻ മോളിക്യൂൾസിൻ്റെ ഭാരം ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ അത് മോളാർ മാസ് എന്ന് പറയും. മോളിക്കുലാർ മാസ് അല്ല, അത് മോളാർ മാസ് 32 ഗ്രാം. അപ്പോൾ അറ്റമിക് മാസ് 16 ഗ്രാം, മോളാർ മാസ് 32 ഗ്രാം. ഗ്രാം പറയാതെ നമുക്ക് പറയാം 16 ഇസ് ദ അറ്റമിക് മാസ്, 32 ഈസ് ദ മോളിക്കുലാർ മാസ്. പക്ഷേ 16 ഗ്രാം എന്ന് പറയുമ്പം ദാറ്റ് ഈസ് അറ്റമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്, അതുകൊണ്ട് അത് 16 ഗ്രാം. മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്, ദാറ്റ് ഈസ് 32 gram. So this is called gram molar mass and this is called gram atomic mass of oxygen. അപ്പോൾ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പം അവിടെ ആറ്റമായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പം അവിടെ മോളിക്യൂളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒന്ന് രണ്ട് കോമ്പൗണ്ട് ആറ്റംസ്, ഡിഫറെൻ്റ് ആറ്റംസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ NH3 അത് ആറ്റോമിക് മാസ് എന്തായാലും വരില്ല, അതിന് മോളിക്കുലാർ മാസ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം നൈട്രജൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നൈട്രജൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 14 ആണ്. അപ്പം 14 മാസ്സുള്ള ഒരു നൈട്രജൻ, ഓക്കെ, പ്ലസ് 1, നമ്മൾ 1.008 ഗ്രാം എങ്കിലും നമ്മൾ കാൽക്കുലേഷനിലൊക്കെ ഈ 1 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം 1 ഗ്രാം മാസ്സുള്ള, ഇതെന്ന് 14 ഗ്രാം മാസ്സുള്ള ഒരു നൈട്രജൻ, 1 ഗ്രാം മാസ്സുള്ള 3 ഹൈഡ്രജൻ, ഇത്രയാണ് ഇതിൻ്റെ ടോട്ടൽ മാസ്സിൽ വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 14 × 1 14 പ്ലസ് 1 × 3 3, that is equal to 17 gram. So what is the molar mass of ammonia? It is 17 gram. So 17 gram is the gram molar mass of ammonia. അമോണിയ മോളിക്യൂൾസ് പറഞ്ഞില്ലെങ്കിലും അമോണിയ മോളിക്യൂൾസ് തന്നെയാണ്, കാരണം അമോണിയ ആറ്റംസ് ഇല്ല.
എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു മോളിക്യൂളിൽ തന്നെ അത് ഒരു നൈട്രജനും 3 ഹൈഡ്രജൻ ആറ്റംസും ചേർന്നിട്ടുള്ള ഒരു 4 മോളിക്യൂൾസിൻ്റെ ഒരു ഗ്രൂപ്പാണ് അമോണിയ മോളിക്യൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന് നിങ്ങൾക്കറിയാം, കാർബൺ ഡയോക്സൈഡ് കാർബൺ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ഗ്രാമാണ്. 12 ഗ്രാം ഇൻറ്റു അത് 1 ആണുള്ളത്. അതുപോലെ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ഗ്രാമാണ്. 16 ഗ്രാമുള്ള 2 ഓക്സിജൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് 16 ഇൻറ്റു 2 അത് ടോട്ടൽ ചെയ്യുമ്പം 12 പ്ലസ് 32 ഈക്വൽ ടു 44 ഗ്രാം. ഇങ്ങനെ ഏത് മോളിക്യൂളിൻ്റെ വേണമെങ്കിലും ഗ്രാം മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ഗ്ലൂക്കോസ് C6H12O6 ഗ്ലൂക്കോസ്, അവിടെ 12 ഗ്രാമുള്ള 6 കാർബൺ പ്ലസ് 1 ഗ്രാം ഭാരമുള്ള 12 ഹൈഡ്രജൻ പ്ലസ് 16 ഗ്രാം ഭാരമുള്ള 6 ഓക്സിജൻ, ഇത്രയും കൂടെ ചേർന്നതാണ് ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ അതിൻ്റെ ഗ്രാം മോളാർ മാസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ നമ്മൾ കണ്ടതുപോലെ ഒരു ഡസൻ ഗ്രേപ്സ്, 1 ഡസൻ ക്യൂമിൻ, 1 ഡസൻ മസ്റ്റേർഡ്, ഇതിലെല്ലാം ഉണ്ടായിരുന്ന പാർട്ടിക്കിളിൻ്റെ എണ്ണം ഒന്നാണ്. അതിൻ്റെ സൈസ് വ്യത്യാസമാണ്, അതിൻ്റെ എമൗണ്ട് വ്യത്യാസമാണ്, അതിൻ്റെ ഭാരം ഗ്രാമിൽ പറയുന്നു, ഗ്രാമിലോ ഏത് യൂണിറ്റിൽ പറഞ്ഞാലും അതും വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ പക്ഷേ ഇതിന് ഒരു കോമൺ ഫാക്ടറുണ്ട്. അതായത് ഇത് 1 ഡസൻ ഗ്രേപ്സ് ആണ്, 1 ഡസൻ ക്യൂമിനാണ്, 1 ഡസൻ മസ്റ്റേർഡാണ്. അപ്പോൾ ഇവിടെ നമ്പർ ഒന്ന് തന്നെയാണ്. അതുപോലെ നമുക്ക് ഒരേ നമ്പർ, അതായത് അവോഗാഡ്രോ നമ്പർ ഓഫ് എനി സബ്സ്റ്റൻസ് കൺസിഡർ ചെയ്യാം. അപ്പം ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും ഇതേ നമ്പർ ആറ്റം എടുക്കാം, മോളിക്യൂൾസ് എടുക്കാം, അയോൺസ് എടുക്കാം. അപ്പോൾ അതിലുള്ള എമൗണ്ട് വ്യത്യസ്തമായിരിക്കും, നമ്പർ മാത്രം സെയിം ആയിരിക്കും. അതാണ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ആറ്റംസ്, പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഇൻ 1 mole of any substance. 1 mole of any substanceൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആയിരിക്കും, അത് ഈ അവോഗാഡ്രോ നമ്പർ ആയിരിക്കും. അങ്ങനെയാണ് ഈ മോളിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കൊണ്ടുവന്നത്. മോൾ ഈസ് ദ എമൗണ്ട് ദാറ്റ് മേ ബി ഡിഫറിങ്, എമൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ മോൾ എന്ന് പറയുന്നതാണ് ദ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. The amount of any substance containing dozen number of particles ആണ് ഇവിടെ കണ്ടത്. ഇനി മോളാണെങ്കിലോ amount of any substance that containing Avogadro number of particles. ഇതാണ് മോൾ കോൺസെപ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.